അഫാൻ്റെ വാപ്പുമ്മയാണ്. വാപ്പുമ്മ സാധാരണ നാച്ചുറലായി, അതായത് ഒരു സാധാരണ ജീവിതമാണ് നയിച്ചിരുന്നത്. അവർ ഈ ഗ്യാസിലുള്ള ഭക്ഷണങ്ങളൊന്നും അവർ കഴിക്കത്തില്ലായിരുന്നു. അവർ ഈ വേവിച്ചുള്ള ഭക്ഷണം, പിന്നെ തറയിൽ ഇവിടെ പുതിയ വീട് വെച്ചിട്ട് അവിടെ താമസിച്ചിട്ടില്ല. രണ്ടാമത് അവർ ചെരുപ്പ് ഉപയോഗിക്കാറില്ലായിരുന്നു, ചെരുപ്പൊന്നും ഉപയോഗിക്കത്തൊന്നുമില്ലായിരുന്നു. എൻ്റെ അറിവിൽ തന്നെ 95 വയസ്സാണ് പറയുന്നത്. നമുക്കതിൽ ഒരു വിശ്വാസക്കുറവൊക്കെ ഉണ്ട്. കാര്യം 95 വയസ്സൊന്നും അല്ല, എൻ്റെ ഉമ്മാരെ പ്രായമാണ്. ഉമ്മായൊക്കെ മരിച്ചുപോയി. ഇവർ നല്ല രീതിയിൽ അങ്ങനെ ജീവിച്ചു പോകണം. ഞാൻ എൻ്റെ അനുഭവം പറയണമെങ്കിൽ ഇതിന് മരിക്കുന്നതിനൊരു 5-6 ദിവസം മുമ്പ് ഒരു സ്വന്തമായിരുന്ന് അവിടെ ഇരുന്ന് അലക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ടൊക്കെ നമ്മൾ പോകും. നമ്മളെപ്പോഴും നോക്കും, ശ്രദ്ധിക്കും. പരമാവധി നമ്മൾ ഒരു ഒറ്റയ്ക്ക് കിടക്കണത്, അങ്ങനെ ഒറ്റയ്ക്കൊന്നും അവരെ കിടത്തൂല. അവരെപ്പോഴും ഒരു 2 പേര് 3 പേര് വീട്ടിൽ കാണും, വന്നു പോയി നിൽക്കുന്നു. അതായത് 11 മക്കളില്ലേ, അതിൽ ആരെങ്കിലുമൊക്കെ ഇവിടെ വന്ന് നോക്കിക്കൊണ്ടേയിരിക്കും. അതിൽ ആ ടൈമിൽ ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് ഫോൺ ചെയ്ത് ചോദിച്ചതിന് ശേഷമാണ് ഇവിടെ വന്നതെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഈ 95 വയസ്സുണ്ടെങ്കിൽ ഇത്ര ആരോഗ്യം ഉണ്ടായിരുന്നല്ലേ എല്ലാവരുമായിട്ട്? അത് എന്തെന്ന് വെച്ചാൽ വലിയ തടിയില്ലല്ലോ, ശരീരത്തിന് വലിയ തടിയില്ലാത്തത് കൊണ്ട് ഒരു നടന്നു പോകാനുള്ള അതെ. 11 മക്കളെ വളർത്തിയെന്ന് പറഞ്ഞാൽ അവർക്ക് ആർക്കും ഒരു വെറുപ്പോ വിദ്വേഷമോ ഒന്നും വരുത്തിയിട്ടുമില്ല. ഇവിടെ അടുത്താണ് അവരെ മാമായ, അതായത് ഈ പള്ളിയിൽ സേവനം അനുഷ്ഠിച്ചത് 30 വർഷത്തോളം സേവനം അനുഷ്ഠിച്ച ഒരു അദ്ദേഹത്തിൻ്റെ ഇതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ തന്നെ അടക്കാൻ പറ്റി. അതും അവർ അവിടെ ഇരുന്നുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഇതാണ്. അപ്പോഴേ ഇങ്ങനെ പള്ളിയും ഇതുമായിട്ടുള്ള ഒരു ജീവിതം തന്നെ അവർ നയിച്ചിരുന്നത്. പിന്നെ പള്ളിയിലോട്ട് പോകുന്ന എന്തോ പറയുന്നു, പള്ളിയിലോട്ട് പോകുമ്പോൾ ചോദിക്കും, പള്ളിയിലോട്ട് പോണാടാ. അപ്പോൾ നമ്മൾ പരമാവധി ശ്രദ്ധിക്കും. എപ്പോഴും ഈ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ നോക്കാറുണ്ട്. കാര്യം ഒരു 95 വയസ്സുണ്ട്, ഇനി കയറി വരികയാണെങ്കിൽ നമ്മൾ ചോദിക്കും, എന്തിന് കയറി വന്നത്, നിങ്ങൾ ഇനി വരണ്ട, നമ്മൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ. അപ്പോൾ കാക്ക അവിടെ ഉണ്ടെങ്കിൽ കാക്ക ഇറങ്ങി വരും. അപ്പോൾ മനസ്സിലാവും ഇതിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും എന്നുള്ള. ഇവിടെ ഒരു കട ഉണ്ടായിരുന്നു. കടയിൽ എപ്പോഴും വന്നിട്ട് ഇവിടെ കൊച്ചുണ്ടാകും. കൊച്ചു ചിലപ്പോൾ താഴോട്ട് ഇറങ്ങി പോയി നോക്കാറൊക്കെ ഉണ്ട്. അത്യാവശ്യം 11ാമത്തെ, ഏറ്റവും ഇളയതാണ്. റഹീം എന്ന് പറയും, അബ്ദുറഹീം. മരിച്ച ആള് എത്രാമത്തെ? മരിച്ച ആളെന്ന് പറയുന്നത് ലത്തീഫാക്ക. ഏതാണ്ട് എനിക്ക് മൊത്തത്തിൽ പേര് പറഞ്ഞ് ഇത് ചെയ്യാൻ പറ്റൂല. എന്നാലും ഇവിടെ ഒരു 9ാമത്തെ 8ാമത്തെ അല്ല, അതായത് ലത്തീഫാക്കര നേരെ ഇളയതാവാനാണ് ചാൻസ്. ലത്തീഫാക്കരല്ല, ബദറാക്കര മൂത്ത ആളുടെ. പക്ഷെ 7 വർഷമായി പുള്ളിക്കാരൻ ഉമ്മയെ കണ്ടിട്ടില്ലേ, നമ്മുടെ അഫാന്റെ അച്ഛൻ. അത് അബ്ദുറഹീം 7 വർഷമായെന്ന് വരാതെ ആയിട്ട് അവർ സാമ്പത്തിക പ്രശ്നം വന്നതുകൊണ്ടാണ്. ഗൾഫിലെ ജീവിതം അങ്ങനെയാണല്ലോ, പ്രവാസി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഇതിൽ പെട്ടുപോയാൽ വരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അഫാനെ നേരത്തെ അറിയാമായിരുന്നു? അഫാനെ ഞാൻ എൻ്റെ ഇതിൽ ഇവിടെ നിന്നൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഒരു ചെറിയ കുട്ടിയായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാനാണെങ്കിൽ കുറച്ച് നാൾ ഒരു 10-18 വർഷം ഗൾഫിൽ ജീവിതം നയിച്ചായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞാൽ എന്തൊരു സ്നേഹത്തിലാണ് വളർത്തിയെന്നറിയാം. ഇവിടെ ആ കുട്ടീനെ എടുത്തു വളർത്തുന്നത് ഈ ഉമ്മയാണ്. ഈ സ്കൂളിൽ ഈ പള്ളി ഈ അഫാനെ വളർത്തുന്നത് എൻ്റെ കാക്ക പറയുന്നത് അത്ര അസൂയാവഹമായ വളർത്തുന്ന രീതിയാണ്. എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ട്, അവനെ ഭയങ്കരമായിട്ട് കൊണ്ടു കിടക്കുകയും ചിലപ്പോൾ പള്ളിയിലൊക്കെ പോകണം. ഇവിടെ അടുത്തല്ലേ, വലിയ ദൂരം ഇല്ലല്ലോ. അപ്പോഴങ്ങ് പോയി പറഞ്ഞൊക്കെ എൻ്റെ ജ്യേഷ്ഠൻ പറയുന്നതാണ്. കാണുന്നത് ഭയങ്കര സ്നേഹിച്ച് വളർത്തിയെന്നാണ് പറയുന്നത്. അത്രമാത്രം താലോലിച്ച് വളർത്തിയ കൊച്ചുമോനാണ് ഈ പണി കാണിച്ചത്. ഈ അഫാനെ അനിയൻ എന്തോ വിളിച്ചെന്ന് പറഞ്ഞില്ലേ അഫാൻ? ഈ കൊല നടത്തുന്ന സമയത്ത് ഇക്കാന്നൊരു വിളി വിളിച്ചിട്ടുണ്ടെന്ന് എൻ്റെ അറിവിൽ കേട്ടതാണ് പറയുന്നത്. ഇക്കാന്നൊരു വിളി വിളിച്ച ഈ കുട്ടിയെ, അതായത് ഈ അടിച്ച സമയത്ത് ഉള്ളൊരു വിളി ഉണ്ടാവുമല്ലോ, നമ്മളിപ്പം ഒരു കുട്ടി വിളിച്ചതാണെന്ന് പറയുന്നത്. ഇക്കാന്നൊരു വിളി അവനിക്കത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴ് ചിലപ്പോൾ ഉള്ളിൽ എന്തരാണ് മറ്റേ ഈ പഴയതൊക്കെ ഒതുങ്ങിക്കിടന്ന സാധനം ചിലപ്പോൾ ഇളകിയിട്ടുണ്ടാവും. മയക്കുമരുന്നും മദ്യത്തിനും ജീവിക്കുന്ന ആൾക്കാരുടെ പറയാൻ പറ്റൂല എന്താണ് സംഭവിച്ചെന്നുള്ളത്. അന്നിവിടെ ഇലക്ഷൻ അല്ലായിരുന്നു. ഇലക്ഷൻ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു. ഈ സമയത്തും ഏതാണ്ട് ഞാനിപ്പോൾ ഒരു
സാക്ഷിയായിട്ടാണ് ഉള്ളത്. ഇവൻ്റെ വണ്ടിയും ഇവനെ ഇറങ്ങിപ്പോകുന്ന ഒരു ടൈം ഞാൻ കണ്ടിട്ടുണ്ട്. ഇറങ്ങി പോകുന്ന കണ്ടായിരുന്നു. ഈ പറയുന്ന അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന ഒരു ടൈമുണ്ടല്ലോ, ആ ടൈമിൽ ഞാൻ ഈ വണ്ടി ഓടിച്ചു വരുന്ന ഒരു ടൈമാണ്. അപ്പം അത് ഫുള്ളായിട്ട് നമ്മൾ ഇത് ചെയ്യാറില്ല, എന്നാലും വണ്ടി ഇവിടെ ഇരിക്കുന്നത് കൃത്യമായി ഞാൻ കണ്ടു. കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടി ഇവിടെ എങ്ങും അതേ മോഡൽ വണ്ടിയില്ല. ആൾക്കാർക്ക് ഒരുവിധപ്പെട്ട കുട്ടികൾക്കൊന്നും ആ വണ്ടിയില്ല. അതുകൊണ്ട് ഈ വണ്ടി ഞാൻ അന്നേരത്ത് എനിക്ക് തോന്നിയില്ല. പിന്നെ നമ്മൾ റീവൈൻഡ് ചെയ്ത് വരുമ്പോൾ ഈ വണ്ടി ഇങ്ങും ഇല്ലാത്ത വണ്ടി ഞാനിവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഒരു പോലീസിൻ്റെ അടുത്ത് പറയേണ്ടിയും വന്നു. ആ CCTV-യിൽ എൻ്റെ വണ്ടിയുണ്ട്, ആ പോയ വണ്ടി. 95 വയസ്സായിട്ട് തോന്നുന്നു. പ്രേജാണ്, പക്ഷെ അത് നല്ല ആരോഗ്യത്തോടെ നല്ല ആളാണ്. നല്ല ആരോഗ്യം. ഞാൻ ഷോപ്പിൽ അമ്മയായിട്ട് വളരെ അടുപ്പമായിരുന്നല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉമ്മയുടെ ആൾക്കാർ അറിഞ്ഞിരുന്നല്ലോ, ഒറ്റയ്ക്കല്ലേ താമസിച്ചോണ്ടിരുന്നേ. സംഭവം അറിഞ്ഞപ്പോ എന്നാ തോന്നിയത്? എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ ഒന്ന് വീണിട്ട് എന്റെ കാല് സുഖമില്ലാതെ അങ്ങായിരുന്നു. എന്റെ കാല് 2 ദിവസം മുമ്പ് വീണിട്ട് ഷോപ്പ് തുറക്കാത്തന്നെ അതുകൊണ്ടായിരുന്നു. ആ കാല് അന്ന് ഞാൻ പോണേണ്ടെന്ന് മുമ്പായി പോയി കണ്ടിട്ടാണ് വീട്ടിൽ പോയത്. വെള്ളിയാഴ്ച അന്ന് ഞാൻ തിരിച്ചു വരാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ വീണിട്ട് അന്ന് ഞായറാഴ്ച അല്ലേ അമ്മക്ക് സംഭവം ഉണ്ടാവും. ഞാൻ വെള്ളിയാഴ്ച ഞാൻ വൈകിട്ട് ഇതേപോലെ വൈകിട്ടാണ് കട തുറക്കുന്നത്, ഉച്ചയ്ക്ക് അടച്ച. ഞാൻ വൈകിട്ട് വരാനിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയ വഴിക്ക് ഞാൻ ഒന്ന് വീണ്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞോ? അപ്പം അപ്പാനെ നേരത്തെ കണ്ടില്ലേ? കണ്ടല്ലേ? അപ്പാന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെ ഒരു ആളാണ് അപ്പാന് വെള്ളം തോന്നിയിട്ടുണ്ടോ? വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അപ്പാനുമായിട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ വന്നിട്ട് വളരെ മുട്ടായൊക്കെ മേടിക്കാൻ ഇവിടെ മേടിക്കാൻ വന്നിട്ടുണ്ട്. ഇപ്പൊ റഹീമക്കാരുടെ അവസ്ഥയെ പറ്റി എന്താ പറയാനുള്ളത്? എല്ലാവർക്കും അറിയാവുന്നതൊക്കെ നമുക്ക് അറിയാം. ഉമ്മ ഒരുപാട് നേരം സംസാരിക്കുമായിരുന്നു വന്നിട്ട്. ഉമ്മ ഭയങ്കര സംസാരപ്രിയം. ഉമ്മക്ക് എപ്പോഴും പഴയ കാര്യങ്ങളെ കുറിച്ചാണോ ഭയങ്കര മെമ്മറിയാണ്. എല്ലാവരും ഭയങ്കര ഓർമ്മയാണ്. ഒരാളെ കാണുമ്പോൾ അവരുടെ കുടുംബത്തിൽ എല്ലാവരുടെ കാര്യവും തിരക്കി ഭയങ്കര സ്നേഹമാണ് എല്ലാവരുടെ അടുത്ത്. ആർക്കും എല്ലാവരും മിണ്ടിയിട്ടേ പോകത്തുള്ളൂ. അതേ പോകുമ്പോഴൊക്കെ ആ സ്റ്റെപ്പിൽ വന്നിരിക്കും. അങ്ങോട്ട് ഇറങ്ങുന്ന സ്റ്റെപ്പില്ലേ, ആ തിട്ടപ്പുറത്ത് ഇക്കാനും ഉമ്മമാൻ്റെ ഉള്ളുണ്ട്. ഞാൻ ഫോട്ടോ എടുത്തിട്ടില്ല. ഇക്കായും ഉമ്മാൻ്റെ ഉള്ള ഈ പഞ്ചായത്തിന്റെ ഉമ്മ എന്നാണ് ഉമ്മയെ പറ്റി, റഹീമക്കാരുടെ ഉമ്മയെ പറ്റി അറിയപ്പെടുന്നത്. പഞ്ചായത്തിന്റെ ഉമ്മ എന്ന് അറിയപ്പെടുന്നത്. എല്ലാവരുടെ ഉമ്മയായിരുന്നു. ആൾക്കാരുമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയും പള്ളിയിൽ പോകുന്ന വിശേഷങ്ങൾ തിരക്കുകയും അപ്പൊ തന്നെ ഇവിടെ അലക്കുകയൊക്കെ ചെയ്യുന്ന ഉമ്മ. ഒരാളെ പോലും സംസാരപ്രിയായിരുന്നു, ഒരാളെ പോലും വെറുതെ വിടുകയല്ലായിരുന്നു എന്നൊക്കെയാണ് ഇവിടെയുള്ളവരെല്ലാവരും പറയുന്നത്. കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ അതിശയം തോന്നി. ഈ ഒരു വീട്ടിലായി ഉമ്മ താമസിച്ച് നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റുമോ? ഇല്ലാത്ത സമയമായപ്പോഴത്തേക്കും മക്കളെ അവരവരുടെ കാര്യം. അപ്പോൾ എല്ലാവരോടും മക്കളെ പോലെ, ചെറുമക്കളെ പോലെയുള്ള സ്നേഹം കാത്തു സൂക്ഷിച്ചൊരു വ്യക്തിയാണ്. നല്ലൊരു ഉമ്മയായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.